ഇത് രാവിലത്തെ ചോറ് കെട്ടിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അതേ പപ്പങ്ങയും പരിപ്പും കൂടെ തേങ്ങ അരച്ച് വെക്കാമെന്ന് കരുതിയിട്ട് ഇതേ പപ്പങ്ങയൊക്കെ നമ്മൾ പുറത്തുനിന്ന് കാശ് കൊടുത്ത് മേടിച്ചൊക്കെയാണ് കേട്ടോ. പരിപ്പ് എളുപ്പത്തോട്ട് ആക്കിയിട്ടുണ്ട്. പപ്പങ്ങ അതേ ചെത്തിയെടുത്ത് കുരുകുന അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അതിനിടയ്ക്ക് കുറച്ച് ചെമ്മീൻ ഞാനെടുത്ത് ഫ്രീസറിൽ നിന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കിള്ളി എടുക്കുന്നുണ്ട്. അങ്ങനെ പരിപ്പ് ഒരുവിധം വേവായപ്പോഴത്തേക്കും പപ്പങ്ങയും കൂടെ ചേർത്തിട്ട് ഒരു വിസിൽ കേൾപ്പിച്ച് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് വേളൂരി നങ്കൊക്കെ ഉള്ളത് ഇതേ വറക്കാൻ വേണ്ടി അടുപ്പത്തോട്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ. ചെമ്മീൻ ഞാൻ ചക്കക്കുരു കൂട്ട് ഒലത്താന്ന് കരുതിയിട്ട് ചക്കക്കുരു ഞാൻ തലേ ദിവസം തന്നെ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. ചക്കക്കുരു ഞാൻ കുക്കറിലൊരു വിസിൽ കേൾപ്പിച്ചെടുത്തിട്ടാണ് കേട്ടോ ചട്ടിക്കകത്തോട്ട് ഇടുന്നത്. അല്ലെങ്കിൽ പിന്നെ ചക്കക്കുരുവും ചെമ്മീനും കൂടെ വേവിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ ചക്കക്കുരു കല്ല് പോലെ ഇരിക്കും, ചെമ്മീനാണെങ്കിൽ വെന്ത റബ്ബർ പോലെയാവും. ഇതാകുമ്പോഴത്തേക്കും ഒരു പരുവത്തിൽ അങ്ങോട്ട് വെന്ത് കിട്ടും. അപ്പോൾ ഞാൻ എടുത്തിട്ട് മഞ്ഞപ്പൊടി പച്ചമുളക് ഉപ്പൊക്കെ ഇട്ട് അടുപ്പത്തോട്ട് വയ്ക്കാൻ വേണ്ടി പോകുന്നത് പപ്പങ്ങയും പരിപ്പും കൂടെ തേങ്ങ അരച്ചതിനകത്തോട്ട് കടുകും കൂടെ വറുത്തിടുന്നുണ്ട്. അപ്പോഴേക്കും തേ കിടക്കണ്ട ഒരാൾ ആകാശത്ത് മിക്ക എങ്ങാനും വന്നിട്ടുണ്ടെങ്കിൽ പറപ്പിക്കും ഇതുങ്ങൾ. അപ്പം ഞാൻ അതുകൊണ്ട് ഓടിച്ച് വിട്ടു കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ചക്കക്കുരുവും ചെമ്മീനും കൂടി വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ചതച്ച മുളകിട്ട് ഒലത്തി എടുത്തിട്ടുണ്ട്. പിന്നെ അതേ നങ്കും വേളൂരിയും വറുത്തും വെച്ചിട്ടുണ്ട്. പപ്പങ്ങയും പരിപ്പും തേങ്ങ അരച്ച് വെച്ചതും ചോറും ആയിട്ടുണ്ട്. അപ്പം അത്ര ഉള്ളൂ. ടാറ്റാ.